എടാ കുഞ്ഞാക്കോ ഇജ്ജെന്താ ഇവിടെ ചാരിക്കണ്? ചാരിക്കല്ലടാ, ചോറൊക്കെ ചോറ് ചൊറിയാണ്. ചോറിയേ പുറത്ത് എന്ത് ചോറ് വന്നിക്കണ്. ശരി, അത് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ചോറിയാ? ഇവിടൊക്കെ ചൊറിയണ്ടടാ. ഇജ്ജെന്താ വന്നത്? അല്ല, ഞാൻ ഇങ്ങനെ വെറുതെ വന്നാണ്. അപ്പൊ അന്നെ ഇവിടെ കണ്ടപ്പോ പണി വെറുതെ വെച്ചല്ലേ പണി. ഞാനേ ഇന്ന് ഇവിടക്ക് പോയിന്, ആശാത്താടക്ക് പോയിന്ന്. എന്നിട്ട് പാവണ ആശാത്ത അയക്കും പാവണം. ആശാത്തന്റെ മരിയോള് ചോറൊന്നുണ്ടാവും അല്ലേ? ചോറല്ല, ചായയും കടിയല്ലേ പാവാന്ന് പറഞ്ഞു. ആർക്ക് മനസ്സിലായില്ലേ? ചായ കടിയും തന്നിട്ടാ ആശാത്ത. അപ്പൊ എന്നിട്ട് ആശാത്താന്റെ മരിയോള് പറഞ്ഞു, ഇമ്മ ഇത് കൂടി കൊടുക്കല്ലേ കുഞ്ഞാപ്പൂന്. പാവാണ് ആശാത്തരല്ല. മുട്ടാതെന്നടി, മുട്ടാതെന്നോ വേണ്ട കൊണ്ടച്ചാളെ കൊടുത്തിട്ട് ബാക്കി കിട്ടൂലാർന്ന്. എന്തിനാ അങ്ങോട്ട് പോയത്? അതല്ലേ രസം. എനിക്ക് 10 റുപ്യ തന്നെ ഒരു തേങ്ങയും തന്നല്ലോ. ഓരോടെ എന്താണ് തേങ്ങ ഇട്ടീന്ന് വാസമൊക്കെ. തേങ്ങ ഇട്ടിട്ട് പൊക്കി കൂട്ടാൻ ആളില്ല. ഇമ്മാനെ വിളിച്ചപ്പോ ഉമ്മ നബിസാത്താടക്ക് പോയി. അപ്പൊ എന്താണ് എന്നോട് വരാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞത്ര കുഞ്ഞാപ്പിനെ കൊണ്ട് തേങ്ങ ഒന്നും കൂട്ടിപ്പിക്കണ്ടാന്ന്. അതിനല്ല, വേറൊരു ആവശ്യത്തിന് ഞാൻ പറഞ്ഞത്ര. അങ്ങനെ ഞാൻ പോയിട്ട് കൊറേ വിറകൊക്കെ ഉണ്ടായിന്ന്. ഞാൻ ലേതിങ്ങനെ ഒതുക്കി കൊടുത്തിട്ടാ, വിറക് ഒതുക്കി കൊടുത്ത് എന്നിട്ട് തേങ്ങ ഒക്കെ കൂട്ടി കൊടുത്ത് എന്നിട്ട് എനിക്ക് 10 റുപ്യ ഒരു തേങ്ങയും തന്നു. എന്നോട് പറഞ്ഞിട്ട് ഉമ്മാനോട് പറയുന്നു വേണ്ടട്ടാന്ന്. അക്ക് മനസ്സിലായിക്കണ്. ഇമ്മാര് പറഞ്ഞു ഉമ്മ കായ് കടിച്ചിട്ടല്ലേ. അപ്പൊ ഒരു പറഞ്ഞു എന്നോട് ഉമ്മാനോടൊന്നും എനിക്ക് പറയണ്ട, ഇത് കൊണ്ടേക്കോ പറഞ്ഞു. എന്നിട്ടാണ് ഇത് ആശാത്താന്റെ മരുകള ഇമ്മ ചെക്കന് പൊട്ടനാണെങ്കിൽ നല്ല പണിയെടുക്കണ്ടല്ലോ. ഞാൻ കേട്ട്. അപ്പൊ എന്നിട്ട് ആശാത്താന്റെ മരുകളല്ല, ഇനി ആ ചെക്കനെന്നെ വിളിച്ചാ മതി, നമുക്ക് അടുത്ത പ്രാവശ്യം തേങ്ങടാന് തേങ്ങ പൊക്കി വിട്ടാന്. അല്ല, അമ്മാനല്ല വേറെ ആൾക്കാരൊക്കെ വിളിക്കും. ഇമ്മ പണ്ട് പോക്കില്ല. 10 റുപ്യ ചോറും കിട്ടിയല്ലേ, ചോറല്ല ചായ കിട്ടിക്കണ്. കുട്ടികളൊക്കെ നിക്കണ്, കുറെ കുട്ടികളൊക്കെ കണ്ടല്ലോ. അയൽവാസികൾക്ക് വന്നതാണ്. ആ ചെക്കന്മാരെ നിന്നെ കളിക്കാൻ കൂട്ടുന്നില്ല. ഭയങ്കര ഫോമാണ്. അതിന്റെ ചെക്കൻ 3ലാ പഠിക്കുന്നത്. ചെക്കനൊരു മുണ്ടേ ചെയ്യും. ചെക്കനോട് ഞാൻ പറയാം നമുക്ക് ഇവിടെ കളിക്കാനും. ചെക്കന്മാര് വരുന്നില്ല. പോടാന്ന് എന്നോട് ചെക്കൻ. എന്നോടാ ആ ചെറിയ ചെക്കനോട് പോടാ, ഞങ്ങളെ പറ്റി കളിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. ചുള്ളലെടുത്തിട്ട് കാലിനടിക്കുന്ന അതേമാതിരി അടിക്കാൻ ആ ചെക്കനെ അയ്യോറ് ഉള്ളങ്ങാലെടുത്ത് ഓടി കരഞ്ഞ് ഞാൻ ഒരുപാട് പറഞ്ഞിരിക്കുന്നു. അമ്മ കൊറേ ചീത്താണ് ചെക്കനെ. ചെക്കന്മാരെന്തെങ്ങനല്ലേ? ഇപ്പത്തെ കുട്ടികളൊന്നും പറയണ്ട. നല്ലത്തെ കുട്ടികളല്ലേ? പറഞ്ഞാലും കേൾക്കൂല. കേൾക്കൂല. എന്താ ചെവിയൊക്കെ ആയിട്ടാണ്? ചെവി കമ്മിയാണ്. ഇപ്പത്തെ ഭക്ഷണം അങ്ങനല്ലേ, ചെവി കേക്കല് കൂടിട്ടാ. പോയല്ല. പിന്നെ ഉമ്മ എന്താ പറഞ്ഞു? ഉമ്മ ഇവിടെ ഇല്ലടക്കാടക്ക് പോയതല്ലേ, പണിക്ക് പോണല്ലേ. ഇനിയിപ്പോ അങ്ങനെ പോണ്ട, കുട്ടികൾ തന്നെ അവിടെ കാത്തൊക്കെ. ഞാൻ പോവില്ല, ഞാൻ മാറി നിന്നതാണ്. മനസ്സിലായിക്കണ്. മനസ്സിലായില്ലേ? അവിടെ പറയണ്ട കുഞ്ഞാപ്പുണ്ട് വരട്ടെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീരാണ്ട് പോവില്ല, ഞാൻ കാട്ടിണ്ടെങ്കിലൊക്കെ വേണിക്കൂ. കുട്ടികള് കല്ലൊക്കെ എന്ത് സംഭവിച്ചത്? സൈക്കിള് പോയിട്ട് പിടിച്ചു വലിച്ചാ? ഞാനൊക്കെ സൈക്കിളോട്ടം തന്നില്ലതൊക്കെ എറിഞ്ഞു കൊടുത്തു. എന്നാ സൈക്കിളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അല്ല ഇന്ന് പണി എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? തേങ്ങ കൊടുക്കാനല്ല കുടുംബശ്രീന്റെ പണിയില്ല. അപ്പൊ തൊഴിലുറപ്പ് കുടുംബശ്രീന്റെ പണിയൊക്കെ തുടങ്ങിക്കണേ. ഭയങ്കര വെയിലാണ്. വെയിലത്ത് പോയില്ലെങ്കിലേ പൊള്ളുള്ളൂ. അപ്പൊ മറ്റുള്ളവരൊക്കെ എങ്ങനെ പോണ്? ഓരൊക്കെ പ്രായമുള്ള ആൾക്കാരല്ലേ, നമ്മളെ മാരില്ലല്ലോ. ഒരു പ്രായമായ എല്ലാരും തന്താരല്ലേ, നമ്മൾ ചെറുപ്പക്കാരല്ലേ. നമുക്ക് പൊള്ളി നിങ്ങളെ ഇന്നലെ നാളെ കല്യാണം കഴിച്ച് പോണ്ടതല്ലേ. ആ പ്രായമുള്ളവർക്ക് പൊള്ളിക്കോട്ടേന്നു, ചെറുപ്പക്കാർക്ക് പൊള്ളണ്ടെന്ന് പറഞ്ഞ. അതല്ല, ഓരോ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, എന്റെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്റെ മുഖത്തൊക്കെ പൊള്ളിണ്ടെങ്കിലേ പെണ്ണിന് ഇപ്പൊ ശരിയായും കൊണ്ട് വരികയാണ്. അതുകൊണ്ട് ഇല്ലാതാവും. കൊറേ ആയാലോ കല്യാണം ശരിയാവാന്നിട്ട് എന്തായിപ്പോ? ആദ്യത്തെ കാര്യം മുടങ്ങിയടാ. അതെ, ഓരോടെ പറഞ്ഞത്ര അടുക്കള ശരിയല്ല. അപ്പൊ ഞാൻ അമ്മാട് അറിയുമ്മ അടുക്കള ശരിയല്ലെങ്കിൽ നമുക്ക് വലിയൊരു അടുക്കള ഉണ്ടാക്കിയാ പോരെയായിരുന്നു. അപ്പൊ ഉമ്മ ചിലക്കാതെ നിന്നോ ജി. അത് പറഞ്ഞതിന്റെ അർത്ഥം എനക്ക് അറിയില്ല. ചെക്കൻ പാവാണ്, അടുക്കള ഒട്ടും ശരിയല്ല അത്ര. അതിന്റെ അർത്ഥം ഉമ്മ ശരിയല്ല, ഉമ്മ ശരിയല്ല. ഉമ്മല്ല അടുക്കള.
അപ്പൊ ഉമ്മാക്ക് ദേഷ്യം പിടിച്ച് ആരാണ് അടുക്കള ശരിയല്ലാന്ന് പറഞ്ഞത്? ഇവരാരല്ലല്ലോ എന്റെ കുട്ടിക്ക് ചെലവിന് എടുക്കുന്നത്. എന്റെ ചെക്കനക്ക് ഞാൻ വേറെ നല്ല പെണ്ണിന് കൊടുക്കൂ, അടുക്കള ശരിയാവണം ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഉമ്മ കൊറേ ആട്ടിപ്പൊട്ടിയാണ്ട് പറഞ്ഞു. അടുക്കളയൊക്കെയല്ലേ കൊണ്ടിരുന്നേ? അല്ലല്ലേ റൂമിക്കല്ലേ? എന്ന് ചോദിച്ചാൽ അറിയില്ലല്ലേ. ഞാൻ പോട്ടടാ, ഞാൻ എടുക്കട്ടെ, ചൂടെത്തിട്ടില്ല. എല്ലാവർക്കും ഉണ്ട് ചൂട്. പിന്നെ കാണാം. എന്നാ പോയിക്കോ.